ഹലോ, എല്ലാവർക്കും ബയോസ്റ്റിന്റെ നാച്ചുറൽ സയൻസ് ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. മൊഡ്യൂൾ 4 എവല്യൂഷനിലെ സ്പീസിയേഷൻ എന്ന ടോപ്പിക്കാണ് നടക്കുന്നത്. പോകാം വീഡിയോ. എന്താണ് സ്പീസിയേഷൻ? നിലവിൽ ഉണ്ടായിരുന്ന ഒരു സ്പീഷീസിന്റെ പൂർവികരിൽ നിന്നും പുതിയൊരു സ്പീഷീസ് ഉണ്ടാകുന്ന പ്രോസസ്സിനെയാണ് സ്പീസിയേഷൻ എന്നറിയപ്പെടുന്നത്. നിലവിലുണ്ടായിരുന്ന ഒരു ജീവിയുടെ പൂർവികരിൽ നിന്നും അടുത്ത പുതിയ ഒരു സ്പീഷീസ്, പുതിയ സ്വഭാവമുള്ള സ്പീഷീസ് ഉണ്ടാകുന്ന പ്രോസസ്സിനെയാണ് സ്പീസിയേഷൻ എന്നറിയപ്പെടുന്നത്. ഏകതാനമായ, അതായത് ഹോമോജീനസ്, ഒരേ സ്വഭാവമുള്ള ഹോമോജീനസ് ആയിട്ടുള്ള ജീവിഗണങ്ങൾ രണ്ടോ അതിലധികമോ ആയ ജീവി ഘടകങ്ങളാക്കി വിഭജിച്ച് ജനിതക വ്യതിയാനത്തിനും പ്രത്യുൽപാദന ഒറ്റപ്പെടലിനും വിധേയമായി സ്പീഷീസ് സംഭവിക്കും. അതായത് ഒരു കൂട്ടം ജീവജാലങ്ങൾ, ഒരേ സ്വഭാവമുള്ള കൂട്ടം ജീവജാലങ്ങൾ ചിലപ്പോൾ ചില സാഹചര്യങ്ങൾക്കനുസരിച്ച് രണ്ടോ അതിലധികമോ ഗ്രൂപ്പുകളായിട്ട് വിഘടിച്ച് പോകാറുണ്ട്. അങ്ങനെ വിഭജിച്ചിട്ട് പല ഏരിയയിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ക്ലൈമറ്റിക് എഫക്റ്റിനോ മറ്റേതെങ്കിലും തരത്തിലുള്ള എൻവയോൺമെന്റൽ ഫാക്ടറിന് വിധേയമായിട്ട് ജനിതക വ്യതിയാനത്തിന് വിധേയമാകും. അതുപോലെ റീപ്രൊഡക്റ്റീവ് ഐസൊലേഷന് വിധേയമായിട്ട്, പ്രത്യുൽപാദന ഒറ്റപ്പെടലിന് വിധേയമായിട്ട് പുതിയ സ്പീഷീസുകളായിട്ട് മാറാനുള്ള ചാൻസ് കൂടുതലാണ്. ഇത് പ്രധാനമായും രണ്ട് തരത്തിലാണ് നടക്കുന്നത്. ഫൈലറ്റിക് സ്പീസിയേഷനും യഥാർത്ഥ അല്ലെങ്കിൽ ട്രൂ സ്പീസിയേഷൻ, ഇങ്ങനെ രണ്ട് തരത്തിലാണ് സ്പീസിയേഷൻ നടക്കുന്നത്. അതിൽ ഒന്നാമത്തെ എന്താണെന്ന് നോക്കാം. ഫൈലറ്റിക് സ്പീസിയേഷൻ. ഇടവേളകൾക്കനുസരിച്ച് ഒരു ജീവിവർഗം മറ്റൊരു ജീവിവർഗമായിട്ട് മാറും. ഫോർ എക്സാമ്പിൾ, എ എന്നൊരു സ്പീഷീസ് ഒരു പർട്ടിക്കുലർ ഇന്റർവെൽ കഴിയുമ്പോൾ അതിന്റെ സ്വഭാവം അല്ലെങ്കിൽ എന്തെങ്കിലും ജീൻ പരമായിട്ട് എന്തെങ്കിലും വ്യത്യാസം വന്നിട്ട് അതിൽ നിന്നും പുതിയൊരു സ്പീഷീസ് ഉണ്ടാവും. അതൊരു പർട്ടിക്കുലർ ടൈം കഴിയുമ്പോൾ ആ പുതിയ സ്പീഷീസ് ബി ആണ് സങ്കല്പിക്കുക, ആ ബിയിൽ നിന്നും അടുത്ത സി ഉണ്ടാവും. അങ്ങനെ ഗ്രാജുവൽ ചേഞ്ചിലൂടെ, ഒരു പർട്ടിക്കുലർ ചേഞ്ചസിലൂടെ എന്ത് ചെയ്യുന്നു, ഒരു സ്പീഷീസ് മറ്റൊരു സ്പീഷീസ് ആയിട്ട് മാറിപ്പോകുന്നത് കൃത്യമായ ഇടവേളകളിലൂടെ മാറ്റം സംഭവിക്കുന്നതിനാണ് ഫൈലറ്റിക് സ്പീസിയേഷൻ എന്നറിയപ്പെടുന്നത്. പരിണാമ ഘടകങ്ങളായ ഉൽപരിവർത്തനം, പ്രകൃതി നിർദ്ധാരണം, ജനിതക സ്ഥാനഭ്രംശം, ദേശാടനം എന്നീ കാരണങ്ങൾ കൊണ്ട് ഇത് സംഭവിക്കും. ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഓട്ടോജനസ് ട്രാൻസ്ഫോർമേഷൻ. അതായത് പരിണാമത്തിന് സഹായിക്കുന്ന ഘടകങ്ങളാണ് ഉൽപരിവർത്തനം, നമ്മുടെ മ്യൂട്ടേഷൻ, അതുപോലെ പ്രകൃതി നിർദ്ധാരണം, നാച്ചുറൽ സെലക്ഷൻ, അതുപോലെ ജനിതക സ്ഥാനഭ്രംശം, അതായത് ജനറ്റിക് ഡ്രിഫ്റ്റ് എന്ന് പറയും അത്, അതുപോലെ ദേശാടനം തുടങ്ങിയ കാരണങ്ങൾ കൊണ്ട് സ്പീസിയേഷൻ സംഭവിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. എന്നാൽ കൃത്രിമ ഹൈബ്രിഡൈസേഷനിലൂടെ, ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ മെത്തേഡിലൂടെയും പുതിയ സ്പീഷീസ് ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ആ ഒരു പ്രോസസ്സിനെ അലോജീനസ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. നമ്മൾ കൃത്രിമമായിട്ട് ഹൈബ്രിഡൈസേഷൻ നടത്തുമ്പോൾ, ക്രോസ് പോളിഷൻ മറ്റും ചെയ്യുമ്പോൾ പുതിയ സ്പീഷീസ് ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതിനെ അലോജീനസ് ട്രാൻസ്ഫോർമേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ് യഥാർത്ഥ സ്പീസിയേഷൻ, അതായത് ട്രൂ സ്പീസിയേഷൻ? നിലവിലുള്ള ഒരു ജീവിവർഗത്തിൽ നിന്നും രണ്ടോ അതിലധികമോ ജീവികൾ ഉണ്ടാവുന്ന പ്രോസസ്. അതായത് പുതിയ സ്പീഷീസ് രണ്ടോ അതിലധികമായിരിക്കും ഉണ്ടാവുന്നത്. ഓൾറെഡി ഉള്ള ഒരു സ്പീഷീസ് നിന്നും രണ്ടിൽ കൂടുതൽ അല്ലെങ്കിൽ രണ്ടോ അതിലധികമോ സ്പീഷീസ് ഉണ്ടാവുന്ന പ്രോസസ്സാണ്. ഇത് രണ്ട് തരത്തിൽ നടക്കും. തൽക്ഷണ സ്പീസിയേഷൻ, ഇൻസ്റ്റന്റേനിയസ് സ്പീഷീസ് എന്ന് പറയും. രണ്ടാമത്തെ ക്രമേണയുള്ള സ്പീഷീസ്, ഗ്രാജുവൽ സ്പീസിയേഷൻ. ഇതിൽ ഒന്നാമത്താണ് തൽക്ഷണ സ്പീസിയേഷൻ. ക്രോമസോമുകളുടെ വ്യതിയാനങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ഉൽപരിവർത്തനം കൊണ്ടോ സംഭവിക്കുന്ന രീതിയാണ്. അതായത് ക്രോമസോമിന്റെ നമ്പറിലോ മറ്റും ചേഞ്ച് ഉണ്ടാവുകയോ അല്ലെങ്കിൽ മ്യൂട്ടേഷൻ സംഭവിക്കുമ്പോൾ പെട്ടെന്നൊരു പുതിയൊരു ക്യാരക്ടർ ഡെവലപ്പ് ചെയ്ത് സ്പീഷീസ് ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതൽ. അതാണ് തൽക്ഷണ സ്പീസിയേഷൻ. ക്രമേണയുള്ള സ്പീസിയേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഉൽപരിവർത്തനം, അതുപോലെ ജീൻ പുനഃസംയോജനം, അതായത് റീകോമ്പിനേഷൻ, അതുപോലെ പ്രകൃതി നിർദ്ധാരണം, നാച്ചുറൽ സെലക്ഷൻ, ജനിതക സ്ഥാനഭ്രംശം, ജനറ്റിക് ഡ്രിഫ്റ്റ് എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു ജീവിവർഗത്തിൽ നിന്നും മറ്റൊരു ജീവി പതിയെ പതിയെ ക്രമേണ ഉണ്ടാകും. ഗ്രാജുവൽ ചേഞ്ചിലൂടെ മ്യൂട്ടേഷൻ നടന്നോ, അല്ലെങ്കിൽ ജീൻ റീകോമ്പിനേഷൻ നടന്നോ, നാച്ചുറൽ സെലക്ഷൻ നടന്നോ, അല്ലെങ്കിൽ ജനറ്റിക് ഡ്രിഫ്റ്റിലൂടെ, അങ്ങനെ ഗ്രാജുവലി പതിയെ മാത്രം ഉണ്ടാകുന്ന ഒരു സ്പീസിയേഷൻ ഫോർമേഷൻ ആണ് ക്രമേണയുള്ള അല്ലെങ്കിൽ ഗ്രാജുവൽ സ്പീസിയേഷൻ പറയുന്നത്. ഇത് രണ്ട് തരത്തിൽ സംഭവിക്കാം. സിംപാട്രിക് സ്പീസിയേഷൻ, അതുപോലെ അലോപാട്രിക് സ്പീസിയേഷൻ. ഇങ്ങനെ രണ്ട് തരത്തിൽ സംഭവിക്കാം. എന്താണ് സിംപാട്രിക് സ്പീസിയേഷൻ? ഒരേ ഭൂമിശാസ്ത്രപരമായ പരിധിക്കുള്ളിൽ ഒരൊറ്റ പൂർവിക വംശത്തിൽ നിന്നും രണ്ടോ അതിൽ കൂടുതലോ സ്പീഷീസ് ഉണ്ടാകുന്ന രീതിയാണ്. അതായത് ആ ചിത്രം നോക്കുക. ഒരു പ്രത്യേക ക്ലൈമറ്റിക് ഏരിയയിൽ, ഒരു പ്രത്യേക അന്തരീക്ഷമുള്ള ഭൂമിശാസ്ത്രമായ ഒരു ഏരിയയിൽ കുറച്ച് ജീവികൾ, പോപ്പുലേഷൻ കാണപ്പെടുന്നു. അതിനകത്ത് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ചേഞ്ചസ് ഉണ്ടായി പുതിയ ക്യാരക്ടറുള്ള ജീവജാലങ്ങൾ ആ പോപ്പുലേഷനകത്ത് തന്നെ ഉണ്ടാവും. ചിലപ്പോൾ അവരുടെ മേറ്റിങ്ങിലൂടെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ മ്യൂട്ടേഷനിലൂടെയോ ആ ഒരു പോപ്പുലേഷനകത്ത് തന്നെ പുതിയ സ്പീഷീസുകൾ ഉണ്ടായി. അത് ചിലപ്പോൾ അതിൽ നിന്ന് മാറ്റം ഉണ്ടായി രണ്ടോ അതിൽ കൂടുതലോ സ്പീഷീസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഒരു
സ്പീഷീസ് ഫോർമേഷനെയാണ് സിംപാട്രിക് സ്പീസിയേഷൻ എന്ന് അറിയപ്പെടുന്നത്. ഇത് കൂടുതലും സസ്യങ്ങളിലാണ് സംഭവിക്കുന്നത്. സസ്യങ്ങളിൽ നമുക്കറിയാം ക്രോസ് പോളിനേഷൻ നടക്കുമ്പോൾ വളരെ ചാൻസ് ആണ് ഇങ്ങനെ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുപോലെ വ്യത്യസ്ത സമയത്ത് മുട്ടയിടുന്ന ഷഡ്പദങ്ങളിലും ഈ ഒരു പ്രോസസ് കാണാറുണ്ട്. രണ്ടാമത്താണ് അലോപാട്രിക് സ്പീസിയേഷൻ. അലോപാട്രിക് സ്പീസിയേഷൻ ഞാൻ ചിത്രം നോക്കുക, അതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. ഒരു ഒറിജിനൽ പോപ്പുലേഷൻ, പച്ച കളർ കാണുന്നുണ്ട്, ഒരു ഒറിജിനൽ പോപ്പുലേഷൻ ഒരു പ്രത്യേക തരത്തിലുള്ള ജോഗ്രഫിക് ബാരിയർ, ഭൂമിശാസ്ത്രപരമുള്ള തടസ്സം കാരണം അത് രണ്ടായിട്ട് മുറിഞ്ഞു, രണ്ടായിട്ട് വിഭജിച്ചു പോയി. ആ രണ്ടായിട്ട് വിഭജിച്ചു പോയാൽ ചിലപ്പം കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് ഒക്കെ വരുമ്പോൾ അങ്ങനെ കണ്ടു ഭൂഖണ്ഡങ്ങളൊക്കെ സ്പ്ലിറ്റ് ചെയ്ത് പോകുമ്പോൾ കുറച്ച് ജീവികൾ ഒരു പ്രദേശത്താവുകയും കുറച്ച് ജീവികൾ മറ്റൊരു പ്രദേശത്താവുകയും ചെയ്യും. രണ്ടും രണ്ട് ക്ലൈമറ്റുള്ള സ്ഥലത്തോട്ടായിരിക്കും പോകുന്നത്. ഈ ക്ലൈമറ്റ് എഫക്ട് കൊണ്ടോ മറ്റേതെങ്കിലും തരത്തിലുള്ള അവരുടെ സ്വഭാവത്തിൽ വേരിയേഷൻ ഉണ്ടാവുകയും ഈ രണ്ടും പിന്നീട് രണ്ടു തരം ഗ്രൂപ്പായിട്ട് സമൂഹങ്ങളായിട്ട് സ്പീഷീസ് ആയിട്ട് മാറുന്ന പ്രോസസ്സിനെയാണ് അലോപാട്രിക് സ്പീസിയേഷൻ എന്ന് അറിയപ്പെടുന്നത്. കാലാവസ്ഥ വ്യതിയാനങ്ങൾ കൊണ്ടോ പാരിസ്ഥിതിക തടസ്സം കൊണ്ടോ അല്ലെങ്കിൽ കുടിയേറ്റം ഇമിഗ്രേഷൻ കൊണ്ടോ ഇങ്ങനെയുള്ള കാരണങ്ങൾ സംഭവിക്കാറുണ്ട്. ഡാർവിന്റെ ഫിഞ്ചസുകൾ അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. ഡാർവിന്റെ ഫിഞ്ചസ് നമ്മൾ പഠിച്ചിട്ടില്ല എവല്യൂഷനിൽ. ഒരേ പൂർവികരിൽ നിന്നാണ് വ്യത്യസ്ത കൊക്കുകളുള്ള സൈസുകളുള്ള ഫിഞ്ചസ് ഉണ്ടായത്. അതായത് ഫീഡിങ് ഹാബിറ്റ് വെച്ചിട്ടും അവർ കഴിക്കുന്ന ആഹാര രീതിക്കും അവർ ജീവിക്കുന്ന ചുറ്റുപാടനുസരിച്ച് വ്യത്യസ്ത സ്വഭാവമുള്ള ഫിഞ്ചസുകൾ ഒരേ പൂർവികരിൽ നിന്ന് ഉണ്ടായെന്നതിൽ പറയുന്നത്. അപ്പൊ അവരുടെ ജീവിക്കുന്ന ചുറ്റുപാടനുസരിച്ചാണ്. അപ്പൊ ഒരു സ്ഥലത്തു നിന്നായിരിക്കും ജീവിച്ചു തുടങ്ങിയത്, അത് പല സ്ഥലത്തേക്ക് സ്പ്ലിറ്റ് ചെയ്ത് പോയപ്പോൾ അവിടുത്തെ ജീവിത ശൈലിയുമായി ചേർന്നപ്പോൾ പുതിയ ക്യാരക്ടേഴ്സ് ലഭിച്ചത്. അതാണ് അലോപാട്രിക് സ്പീസിയേഷൻ എന്ന് പറയുന്നത്. അടുത്തതാണ് അനുകൂലന വികിരണം അഥവാ അഡാപ്റ്റീവ് റേഡിയേഷൻ. ഒരേപോലെയുള്ള അഥവാ അടുത്ത ബന്ധമുള്ള ജീവവർഗങ്ങൾ വ്യത്യസ്ത ഒരു ചുറ്റുപാടിൽ ജീവിക്കുമ്പോൾ, ആവാസ വ്യവസ്ഥയിൽ ജീവിക്കുമ്പോൾ അവരുടെ സ്വഭാവത്തിനോ രൂപത്തിനോ ജീവിത ശൈലികൾക്കോ ശീലങ്ങൾക്കോ ഉണ്ടാകുന്ന ഒരു മാറ്റം, ആ പരിണാമ വ്യതിചലനത്തെ അനുകൂലന വികിരണം എന്ന് പറയും. ഒരേ സ്വഭാവമുള്ള ഒരു ജീവജാലങ്ങൾ ഒരു സ്ഥലത്ത് ജീവിക്കുകയായിരുന്നു. അവർ ചില കാരണങ്ങൾ കൊണ്ട് പല സ്ഥലങ്ങളിലേക്ക് എന്ത് ചെയ്തു, കുടിയേറി പറക്കുന്നു. അപ്പൊ ആ കുടിയേറി പറക്കുന്ന സ്ഥലത്ത് വേറെ ക്ലൈമറ്റ് ആയിരിക്കും. നേരത്തെ ഉണ്ടായിരുന്ന ക്ലൈമറ്റ് ആയിരിക്കണമെന്നില്ല. വിവിധ ആവാസ വ്യവസ്ഥകൾ ഓരോരോ ക്ലൈമറ്റിക് ഫാക്ടറായും കാണപ്പെടുന്നു. അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും തരത്തിലുള്ള ക്യാരക്ടേഴ്സിന് വിധേയമായി അവരുടെ സ്വഭാവത്തിനോ രൂപത്തിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ശൈലികൾക്കോ മാറ്റങ്ങൾ സംഭവിക്കാം. ഈ മാറ്റങ്ങൾ പരിണാമത്തിലേക്ക് നയിക്കാറുണ്ട്. ഇതിനെയാണ് അനുകൂലന വികിരണം എന്ന് അറിയപ്പെടുന്നത്. ഒരു ഭൂപ്രദേശത്തിൽ നിന്നും വിവിധ പ്രദേശങ്ങളിലേക്ക് വ്യത്യസ്ത ജീവിവർഗങ്ങൾ ഇതുവഴി പരിണമിക്കുന്നു. ഒരു സ്ഥലത്ത് ഉണ്ടായിരുന്ന കുറച്ച് പോപ്പുലേഷൻ അവിടുത്തെ പ്രഡേഷൻ പ്രഷർ കാരണമോ ക്ലൈമറ്റിക് ഫാക്ടർ അഡ്വൈസ് ആയതുകൊണ്ട് പല കാരണങ്ങൾ കൊണ്ട് അവർ പല സ്ഥലങ്ങളിലേക്ക് വ്യതിചലിക്കുകയാണ്, പല ഏരിയയിലേക്ക് വ്യതിചലിച്ചു പോവുകയാണ്. അങ്ങനെ വ്യതിചലിച്ചു പോകുമ്പോൾ അവർ ചെന്നപ്പെടുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് അവരുടെ സ്വഭാവങ്ങൾ പലതരം സ്വഭാവത്തിന് മാറ്റങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതൽ. അപ്പൊ ശൈലികൾക്ക് മാറ്റം ഉണ്ടാവാം, അല്ലെങ്കിൽ അവരുടെ രൂപത്തിന് മാറ്റം ഉണ്ടാവും, അവരുടെ മോർഫോളജിക്കൽ അപ്പിയറൻസിന് മാറ്റങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇതിനെയാണ് അഡാപ്റ്റീവ് റേഡിയേഷൻ അഥവാ അനുകൂല വികിരണം എന്ന് അറിയപ്പെടുന്നത്. ഓസ്ട്രേലിയൻ സഞ്ചിമൃഗങ്ങൾ, ഓസ്ട്രേലിയൻ മാർസുപ്പിയൽസ്, അതുപോലെ ഡാർവിന്റെ ഫിഞ്ചസ് എല്ലാം ഇതിന് ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. ഡാർവിന്റെ ഫിഞ്ചസുകൾ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് അനുകൂല വികിരണത്തിന്. നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ഒരു പൂർവികരിൽ ഒരു ആൻസസിൽ നിന്നും ഡിഫറന്റ് ഫുഡ് ഹാബിറ്റിന് അനുസരിച്ച് പല സ്ഥലങ്ങളിലേക്ക് ഈ ഫിഞ്ചസുകൾ ചേക്കേറിയപ്പോൾ പിന്നീട് അവയിൽ നിന്നും 14 തരത്തിലുള്ള പുതിയ സ്പീഷീസുകൾ ഉണ്ടായെന്നാണ് കണക്കാക്കുന്നത്. ഓരോ സ്പീഷീസിനും അവയുടെ ഭക്ഷണ സ്രോതസ്സുകൾക്കനുസരിച്ചുള്ള വ്യത്യസ്ത കൊക്കുകൾ, ബീക്കുകളും അതുപോലെ സൈസും മാറ്റമുണ്ടായി. അത് ആ ചിത്രത്തിൽ കാണുമ്പോൾ അറിയാം. 14 തരം സ്പീഷീസിനും 14 ആകൃതിയാണ്. കൊക്കിന്, ആ ബീക്കിന് അത് 14 ഫീച്ചറുമായി കാണപ്പെടും. അത് അവർ എന്ത് ആഹാരമാണോ കഴിക്കുന്നത് അതിനനുസരിച്ച് അവയിൽ നിന്ന് പിന്നീടുണ്ടായ സ്പീഷീസിന് മാറ്റം ഉണ്ടായി. ഇതൊരു അഡാപ്റ്റീവ് റേഡിയേഷൻ എക്സാമ്പിൾ ആണ്. അതുപോലെ മറ്റൊരു എക്സാമ്പിൾ ആണ് ഓസ്ട്രേലിയൻ മാർസിപ്പിയൽസ് എന്ന് പറയുന്നത്, ഓസ്ട്രേലിയൻ സഞ്ചിമൃഗങ്ങൾ എന്ന് പറയുന്നത്. ഇതും സഞ്ചിമൃഗങ്ങളെല്ലാം ഒരൊറ്റ പൂർവികരിൽ നിന്നും പല സ്ഥലത്തിലേക്ക് കോളനി വൽക്കരിപ്പിച്ചപ്പോൾ അവരുടെ സ്വഭാവത്തിലും ജീവിത ശൈലികൾക്കും മാറ്റം ഉണ്ടായി. അത് പിന്നെ ഡിഫറന്റ് സ്പീഷീസുകൾ ഉണ്ടായെന്നാണ് അതിൽ പറയുന്നത്. ആ ചിത്രം നോക്കുക, മാർസിപ്പിയൽ റേഡിയേഷൻ എങ്ങനെ ഉണ്ടായെന്ന് നോക്കുക. ഒരു കോമൺ ആൻസസിൽ നിന്നും പ്രത്യേക പ്രദേശങ്ങളിലേക്ക് കുടിയേറി പാർത്തപ്പോൾ അതിൽ നിന്നും പലതരത്തിലുള്ള സ്പീഷീസ് ഉണ്ടായി. ബോംബാക്, ബാൻഡിക്കോട്ട്, കൊയാല, മാർസിപ്പിയൽ, മോൾ, ഷുഗർ ഗ്ലൈഡർ, ട്രാൻസ്ഫോമിംഗ് വോൾഫ്, ടൈഗർ ക്യാറ്റ്, ബാൻഡഡ് ആൻഡിയൻ, അതുപോലെ മാർസിപ്പിയൽ റാറ്റ്, കങ്കാർ തുടങ്ങിയ പല സ്പീഷീസും ഒരൊറ്റ പൂർവികരിൽ നിന്നാണ്. അവർ കുടിയേറി പാർത്ത സ്ഥല സാഹചര്യങ്ങൾക്കനുസരിച്ച് ജീവിത ശൈലികൾക്കും സ്വഭാവത്തിനും ശീലങ്ങൾക്കും മാറ്റമുണ്ടായി. ഇത്രയും പുതിയ സ്പീഷീസ് ഉണ്ടായെന്നാണ് പറയുന്നത്.
ഇങ്ങനെ ഒറ്റപ്പെട്ട ഒരു പ്രദേശത്ത് ഒന്നിലധികം അനുകൂല വികിരണങ്ങൾ സംഭവിച്ചാൽ ഇത്തരം പരിണാമത്തിന് വിളിക്കുന്ന പേരാണ് സംപ്രജന പരിണാമം അല്ലെങ്കിൽ കൺവെർജന്റ് എവല്യൂഷൻ എന്ന് പറയുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ സ്പീസിയേഷൻ എന്ന ചെറിയ ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. സിലബസിൽ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഒരുപാടുണ്ട് സ്പീസിയേഷനിൽ, പക്ഷെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മാത്രമേ, വേണ്ട കാര്യങ്ങൾ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ക്ലാസ് മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കായിട്ട് കാണാം.